നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓവലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5-ാം ടെസ്റ്റിൻ്റെ 2-ാം ദിവസം വളരെ സ്പൈസി ആയിരുന്നു. മത്സരം അടി തിരിച്ചടി എന്ന രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിങ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് എടുത്തിരിക്കുകയാണ്. 52 റൺസിൻ്റെ 2-ാം ഇന്നിങ്സ് ലീഡാണ് ഇപ്പോൾ ടീം ഇന്ത്യക്കുള്ളത്. എന്തായാലും ഈ കളിയിൽ ബെൻ ഡക്കറ്റും ഇന്ത്യൻ താരങ്ങളുമായിട്ടുണ്ടായ ചില നിമിഷങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സുഹൃത്ത് കമൻ്റിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ തോർപ്പിയുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഹെഡ് ബാൻഡ് അണിഞ്ഞ് ഇംഗ്ലണ്ട് താരങ്ങളും മറ്റുള്ളവരും ഒക്കെ വന്നല്ലോ. അപ്പോൾ നമ്മുടെ സിറാജൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോയുടെ താഴെ പോലും വന്നുകൊണ്ട് ചില കമൻറ്റുകൾ. അപ്പോൾ ഒരാളുടെ കമൻ്റാണേ. കമൻറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആകാശ് ദീപ് ചെയ്തത് ശരിയാണോ? ഡക്കറ്റിൻ്റെ വിക്കറ്റ് എടുത്തിട്ട് തോളിൽ കൈയിട്ട് കളിയാക്കിയില്ലേ? അത് ബോറിംഗ് പരിപാടിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യ്. പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്കറിയാം, ഒരു കമൻറ്റ് ഇട്ട ആളുടെ ആ പ്രൊഫൈലിൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളുടെ മുമ്പത്തെ കമൻറ്റ് കാണും. അപ്പോൾ ഇന്ത്യ മുമ്പ് വിജയിച്ചതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതിന് താഴെ ഇയാൾ വന്നിട്ട് കമൻറ്റ് കണ്ടാൽ തന്നെ എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് വ്യക്തമാവും. ഏതായാലും ആകാശ് ദീപ് വലിയ അപരാധം ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? പറയുമ്പോൾ എല്ലാം പറയണ്ടേ എന്ന ചോദ്യം. യെസ്, പറയുമ്പോൾ എല്ലാം പറയണം. പറയുമ്പോൾ എല്ലാം പറയണമെന്നേ. ഡക്കറ്റ് നല്ല പിള്ളയാണല്ലോ. ഡക്കറ്റ് ഈ കളിയിൽ ആകാശ് ദീപിനെ നോക്കി പറയുകയാണ്, യു കാൻറ്റ് ഗെറ്റ് മീ ഔട്ട് ഇൻ ഹിയർ. നിനക്ക് എന്നെ ഇവിടെ ഔട്ടാക്കാൻ പറ്റൂല. ആ റിവേഴ്സ് സിക്സറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലൊരു ശ്രമത്തിലാണ് ഔട്ടാകുന്നത്. നിനക്ക് എന്നെ ഇവിടെ ഔട്ടാക്കാൻ പറ്റൂല എന്ന് വെല്ലുവിളിച്ചതാ. ആ വെല്ലുവിളിക്കുള്ള മറുപടി ആ വിക്കറ്റ്. അതുകൊണ്ടാണ് വിക്കറ്റ് എടുത്തിട്ട് അയാളുടെ തോളിൽ കൈയിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. ഒരു ഫ്രണ്ട്ലി ബാൻഡർ പോലെ തോന്നുന്നുള്ളൂ ഡക്കറ്റിൻ്റെ അവിടുത്തെ ആ ഒരു റിയാക്ഷൻ കണ്ടിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി ഡക്കറ്റ് നടത്തിയെന്ന് കൂടി അറിയണ്ടേ? ഡക്കറ്റ് ഇതുവരെ 4 തവണയാണ് ആകാശ് ദീപിന് മുന്നിൽ ഔട്ടായിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലെ. എന്ന് പറഞ്ഞാൽ 55 പന്തുകൾ നേരിട്ടു, 40 റൺസ് എടുത്തു, 4 തവണ ഔട്ടായി. എന്ന് പറഞ്ഞാൽ 10 അയാളുടെ ആകാശ് ദീപിനെതിരെയുള്ള ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഔട്ടാവുന്നത് കൊണ്ടാണ് ഇവിടെ എന്നെ ഔട്ടാക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെയും പറ്റുമെന്ന് ആകാശ് ദീപ് കാണിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂന്നേ. അപ്പോൾ പറയുമ്പോൾ എല്ലാ വശവും പറയണം. അല്ലാതെ ആകാശ് ദീപ് തോള് കൈയിട്ടത് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട, അതിന് മുമ്പുള്ള സംഭവം കൂടി പറയണം. പിന്നെ ഡക്കറ്റ് നല്ല പിള്ളയാണല്ലോ അല്ലേ? സായി സുദർശൻ ഇന്നലെ LBW ആയിട്ട് ഔട്ടായി കയറി പോകുമ്പോഴാണ് ഇവിടുന്ന് എന്തോ ആ താരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞത്. അതാണ് കയറി പോയിക്കൊണ്ടിരുന്ന സായി സുദർശൻ തിരികെ വന്ന് അയാളോട് ഹീറ്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം പറയണം. അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.